ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല, സുരേഷ് ഗോപി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് പറയുന്നത്. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ നമ്മുടെ ലാലേട്ടന്റെ നേര് സിനിമ കുറച്ച് ആക്ഷനും കുറച്ച് മസാലയും കുറച്ച് എന്താ പറയാ സോങ് ഒക്കെ എടുത്ത് ഒരു മസാല പരിവാക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ശരിക്കും ഇതിന്റെ സ്റ്റോറി നമുക്ക് അറിയാവുന്ന ഒരു സ്റ്റോറി തന്നെയാണ്. അതായത് ഒരു നമ്മൾ നേര് എന്ന സിനിമയിൽ കണ്ട പീഡനത്തിനിരയായ കുട്ടി ഫൈറ്റ് ചെയ്യുന്ന പരിപാടി തന്നെയാണ് ഇവിടെയും. കോർട്ട് റൂം ഡ്രാമ സിനിമകളായിട്ടുള്ള ജനഗണമന അല്ലെങ്കിൽ നേര്, ഈ അടുത്തിറങ്ങിയ ഈ രണ്ട് സിനിമകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇത് വെച്ച് നോക്കുമ്പോൾ ഒരു ഇമോഷണലി അല്ലെങ്കിൽ ഒരു ത്രില്ലിംഗ് എലമെന്റ്സ് ഇതിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം എനിക്ക് പറയാൻ. അതുപോലെ അത് കാസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിയാണ് മെയിൻ, അതുപോലെ അനുപമ പരമേശ്വരൻ, പിന്നെ നമ്മുടെ ബൈജു, അതുപോലെ ആസിഫ് അലിയുടെ അനിയൻ അസ്കർ അലി. അദ്ദേഹം പണ്ടത്തെക്കാളും കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അലമ്പ് വൻ ദുരന്തമായി തോന്നിയത് സുരേഷ് ഗോപിയുടെ മകനായ മാധവ് സുരേഷിന്റെയാണ്. അദ്ദേഹം ഒരു കോമഡി പീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് എനിക്ക് അത്യാവശ്യം ഓക്കെ ഒരു ഫീലിംഗ് ആണ് തന്നത്. സെക്കൻഡ് ഹാഫിലെ ഒരു സ്ക്രീൻ പ്ലേയും മേക്കിങ്ങും വളരെ ഒരു അവിയൽ പരുവം പോലെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ 2.5 മണിക്കൂർ ദൈർഘ്യം ഈ സിനിമയ്ക്ക് ആവശ്യമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലാത്ത 2-3 പാട്ടുകളും പിന്നെ 2 ആക്ഷൻ സീൻസ് ഒക്കെ വെറുതെ കുത്തി നിറച്ച് സുരേഷ് ഗോപിയെ മാസാക്കാൻ നോക്കലും ഇതിൽ രാഷ്ട്രീയ പ്രവർത്തകരെ, അതുപോലെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിനെ, മാധ്യമ പ്രവർത്തകരെ, പോലീസുകാരെ എല്ലാവരും തേച്ചൊട്ടിക്കുന്നുണ്ട് സുരേഷ് ഗോപി ഇതിൽ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് പറയാനുള്ള കാര്യങ്ങൾ കുറച്ച് സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി ആയാലും അദ്ദേഹം പണ്ട് ചെയ്ത പോലീസ് ക്യാരക്ടേഴ്സ് ആയാലും ഇപ്പൊ ഈവൻ വക്കീലായിട്ട് അഭിനയിച്ച ചിന്താമണി കൊലക്കേസൊക്കെ ഒരു ത്രില്ലർ പ്ലസ് പരിപാടികളൊക്കെ ആയിരുന്നു. ആ ഒരു എൻഗേജ്മെന്റ് പരിപാടിയോ ഈ സിനിമയിൽ എനിക്ക് കിട്ടിയില്ല. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം കണ്ടിരിക്കാൻ തോന്നി. സെക്കൻഡ് ഹാഫ് വളരെ അലമ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. OTT വരുമ്പോൾ സമാധാനത്തിൽ ഇരുന്ന് കാണേണ്ട ആവശ്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ കണ്ടവര് അഭിപ്രായം പറയാം. അപ്പോൾ ഓക്കെ, ബൈ.